വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തന്മേൽ സിനിമാ മേഖലയിൽ വിവാദ പെരുമഴയാണ് നടക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ പേര് പരസ്യപ്പെടുത്തിയ ഫിലിം ചേംബറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് വിൻസി അലോഷ്യസ്. പരാതി നൽകിയത് പേര് പരസ്യപ്പെടുത്തില്ല എന്ന ഉറപ്പിന്മേലാണ്. ഫിലിം ചേംബർ കട്ടിയത് വിശ്വാസവഞ്ചനയാണ്. സജി നന്ദിയാട്ട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ തന്നെ കരുവാക്കി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫിലിം ചേംബറിന് നൽകിയ പരാതി പിൻവലിക്കുമെന്നും അവർ പറഞ്ഞു. സജി നന്ദിയാട്ട് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി. ശ്രീ സജി നന്ദിയാട്ട്, വിൻസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അവരെ കരുവാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. തന്റെ പരാതി രഹസ്യമാക്കി വെക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ താങ്കൾ അതിന് തയ്യാറായില്ല. എന്താണ് താങ്കൾ അങ്ങനെ ആ നടന്റെ പേര് പറയാനുണ്ടായ കാരണം എന്താണ് സജി നന്ദിയാട്ട്? ഇത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. കാരണം മനസാവാച കർമ്മ അറിയാത്ത കാര്യത്തിലാണ് എന്നെ കൊണ്ട് പെടുത്തിയിരിക്കുന്നത്. വിൻസി അലോഷ്യസ് നടത്തിയ പത്രമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് വിളിച്ച് ഇതെന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കി പരാതി ഉണ്ടെങ്കിൽ തരൂ, ഞങ്ങൾക്ക് സംഘടനാപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്താണ് അതിൽ നേട്ടം? വിൻസി അതിന് തയ്യാറാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ സംഘടന ഈ പരാതിയിൽ പറയുന്ന വ്യക്തിയുടെ പേര് പരാമർശിക്കരുതെന്ന് പറഞ്ഞു. ഈ പരാതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച പരാതി ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ ചേംബറിലെ ഇമെയിൽ ഇന്നലെ രാത്രിയിലാണ് കിട്ടിയത്. ഞാൻ കോട്ടയത്തായിരിക്കുന്നത്. ഞാൻ ഒരു ചാനലിലും ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ചാനലുകാർ ഇങ്ങോട്ട് ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ വായിൽ നിന്ന് ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ പേര് വേറെ ചില കോൺടസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ പടത്തിന്റെ പേരോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. ഒരു ചാനലല്ല കേട്ടോ, ഒരു ചാനൽ ആങ്കർ തെളിവ് തരാതെ നമ്മൾ വെറുതെ ഒരാൾ മേലെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു തെളിവ് തന്നിട്ട് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ എല്ലാ ചാനലിലും ഒരുമിച്ച് കണ്ടല്ലോ. ഒരു ചാനലിലും ഞാൻ ഇങ്ങോട്ട് എന്നോട് ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ നാവിൽ വരുന്ന ചോദ്യത്തെ എനിക്ക് തടയാനാവില്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ പറഞ്ഞു നേരത്തെയും ഉണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതികൾ എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് മാധ്യമങ്ങൾക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഒരു ഓൺലൈൻ ചാനലുണ്ട്. ആ ചാനൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആ പരാതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വല്ലവരും പറയുന്നത് പോലല്ല, ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലുള്ള ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരിടത്ത് താൻ കോൺഫിഡൻഷ്യലായി കൊടുത്ത ഒരു പരാതി ചോർന്നു എന്നത് ആ നടിയുടെ പരാതിയാണ്, ഞങ്ങളുടേതല്ല. ആ പരാതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് മാറും, ഞാൻ മാറും. ഞാനത് വിൻസിയോട് പറഞ്ഞു. ആ ചാനൽ പറഞ്ഞ ചാനലിൽ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വിൻസിയെ. അത് ആ ചാനലിൽ അവർ പറഞ്ഞ ചാനലുകാരെ സംസാരിച്ചതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിൻസിക്ക് കൊടുത്തിട്ടുണ്ട്. വിൻസിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഞാനായിട്ട് പരാതി പിൻവലിക്കും എന്നാണ് പറഞ്ഞത്. പിൻവലിക്കാൻ എന്തെങ്കിലും കത്ത് നൽകിയിട്ടുണ്ടോ നിങ്ങൾക്ക്? പിൻവലിക്കുകയോ പിൻവലിക്കാതിരിക്കാതെ വിൻസിയുടെ ആഗ്രഹമാണ്. വിൻസി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംഘടനാപരമായ നടപടിയെടുക്കാൻ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നുണ്ട്. വിൻസിക്ക് തീരുമാനിക്കാം. ഇത് തന്നെയാണ് പ്രശ്നം. പരാതി എഴുതി തരാതെ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? ഒരാൾ ഒരു പരാതി പറയുമ്പോൾ, വാക്കാൽ പറഞ്ഞ പരാതിയുമേൽ നമ്മൾ നടപടിക്ക് ശ്രമിക്കുമ്പോൾ പിന്നീട് ആരും ആയിക്കോട്ടെ ഒരാൾ പിന്മാറിയാൽ നമ്മൾ ഇലിബിരാകും. ഇവിടെ വിൻസി വളരെ ആത്മാർത്ഥത്തോടെ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്, ഫിലിം ചേംബറിന് 3 സംഘടനകൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് അതായത് മറ്റു 2 സംഘടനകൾക്കും കൊടുത്ത പരാതിയെക്കുറിച്ച് അവർക്ക് ഒരു പരാതിയുമില്ല. അവർ പരാതി ഉന്നയിക്കുന്നത് ഫിലിം ചേംബറിന് നൽകിയ പരാതിയെക്കുറിച്ച് മാത്രമാണ്. അതെന്തുകൊണ്ടാകും അങ്ങനെ പറയുന്നത്? സജി നന്ദിയാട്ട് തന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തന്നെ കരുവാക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. എനിക്കെന്താണ് വ്യക്തി താല്പര്യക്കാരത്തിൽ? എനിക്ക് വിൻസിയായിട്ട് യാതൊരു പരിചയമില്ല. 2 ഷൈൻ ടോം ചാക്കോയായിട്ട് യാതൊരു പരിചയമില്ല. ഞാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായിട്ടല്ലേ സംസാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കൂ. എനിക്കെന്താണ് അതാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തന്നെ കരുവാക്കുകയായിരുന്നു. ഇതാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തന്നെ കരുവാക്കുകയെന്നു. തനിക്ക് ഈ പേര് നേരത്തെ പറയാമായിരുന്നു.
തനിക്ക് നേരത്തെ ഈ പേര് പറയാമായിരുന്നു, പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് രോഷം കൊള്ളും. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഈ പരാതി ഞങ്ങളാരും പറഞ്ഞ പരാതിയല്ലല്ലോ ഇത്. ഞങ്ങളാണോ പത്രത്തിലൂടെ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്? വിൻസി പറഞ്ഞിട്ടല്ലേ ഇത് മാധ്യമ ശ്രദ്ധ വന്നത്? ഞങ്ങളാരും പറഞ്ഞിട്ടാണോ വിൻസി പറഞ്ഞത്? ശ്രീ സജി, ഇത് എന്റെ വാദമല്ല, ഇത് വിൻസി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അത് വിൻസിയുടെ തെറ്റിദ്ധാരണയാണ്, അത് മാറും. വിൻസിയുടെ തെറ്റിദ്ധാരണയാണ്, അത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നന്ദി ശ്രീ സജി നന്ദിയാട്ട്. ഏതായാലും ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. വിൻസിയോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്.